ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്നൊരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് റെഡിയാക്കി എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കേക്കാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു അരിപ്പ വെച്ച് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് 250 ml കപ്പിൽ 1 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് 1/2 കപ്പ് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. കൊക്കോ പൗഡർ എടുക്കുമ്പോൾ ഡാർക്ക് കൊക്കോ പൗഡർ നോക്കിയിട്ട് എടുക്കുക. അപ്പോഴാണ് നമ്മുടെ കേക്കിന് നല്ലൊരു കളർ കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ ആണ് ഇട്ട് കൊടുക്കുന്നത്. 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത്. ബേക്കിംഗ് സോഡയുടെ അളവ് ഒരിക്കലും കൂടി പോവരുത്. ഇനി ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 3 പ്രാവശ്യം കൂടി ഇതുപോലെ നന്നായിട്ട് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു മിക്സിയുടെ ജാറിൽ പഞ്ചസാര പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. ഞാനിപ്പോൾ 1/4 കപ്പ് പഞ്ചസാരയാണ് പൊടിച്ചു വെച്ചിരിക്കുന്നത്. പൊടിച്ചതിന് ശേഷമുള്ള അളവല്ല പറയുന്നത്. 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് എഗ്ഗ് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. 4 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അടിച്ചെടുക്കാം. അല്ല ഹൈ സ്പീഡിൽ ഇട്ടിട്ട് ഇതുപോലൊരു വൈറ്റ് കളർ ആവുന്നവരെ നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുക്കണം. എന്നാലാണ് ആ എഗ്ഗിൻ്റെ സ്മെല്ല് നമ്മുടെ കേക്കിന് ഇല്ലാതിരിക്കുകയുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കോഫി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കോഫി പൗഡർ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ കേക്കിനൊരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് 1/4 കപ്പ് മെൽറ്റഡ് ബട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കുമ്പോൾ ഒട്ടും തണവുള്ളതൊന്നും എടുക്കരുത്. എല്ലാം റൂം ടെമ്പറേച്ചറിലുള്ളത് നോക്കിയിട്ട് എടുക്കുക. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല കട്ടിയുള്ള പുളിയില്ലാത്ത തൈര് നോക്കിയിട്ട് എടുക്കുക. ഇനി അതൊന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം. നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഒരു പാത്രം പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബാറ്റർ റെഡിയാക്കുന്നതിന് മുമ്പായിട്ട് ഇത് വെച്ച് കൊടുക്കുക. ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ബാറ്റർ വെച്ച് കൊടുക്കേണ്ടത്. നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടറും തൈരൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അധിക സമയം അടിക്കരുത്. ഒരു 30 സെക്കൻഡൊക്കെ ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചു വെച്ചിരിക്കുന്നത് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് ഒരേ ഡയറക്ഷനിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അധികം സ്പീഡിൽ മിക്സ് ചെയ്യേണ്ട, ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. 3 പ്രാവശ്യമായിട്ടാണ് ഞാനിപ്പോൾ ഇത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. പെട്ടെന്ന് തന്നെ നന്നായിട്ട് മിക്സായി വരും. നമുക്ക് ബാക്കിയുള്ള ഫ്ലോറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാതും നന്നായിട്ട് മിക്സായി എടുത്തിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ടുള്ള ബാറ്റർ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഈ ബാറ്ററിന്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാം. ഇതേ ഒരു പരുവത്തിലാണ് നമ്മുടെ ബാറ്റർ വേണ്ടത്. കണ്ടില്ലേ, ഇങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ വീഴണം. ഇനി ഇതിനെ നമ്മൾ കേക്ക് ടീൻ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കേക്ക് ടീനിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് എല്ലാവിടെയും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ടിട്ട് എല്ലാവിടെയും ഒന്ന് നന്നായിട്ടൊന്ന് തട്ടിയെടുക്കുക. ഇതിന് പകരം ബട്ടർ പേപ്പർ വേണമെങ്കിൽ ബട്ടർ പേപ്പർ ഇതിൻ്റെ കറക്റ്റ് അളവിൽ കട്ട് ചെയ്തിട്ട് അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ മൈദ തട്ടിയെടുത്തിരിക്കുന്ന കേക്ക് ടീനാണ്. അതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം.
ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു 5-6 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലെ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടും. നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം നന്നായിട്ട് പ്രീഹീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ആയിട്ട് നമ്മൾ വെച്ച് കൊടുത്തിരുന്നതാണ്. ഇതിലൊരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ കേക്ക് ടീൻ ഇറക്കി വെച്ച് കൊടുക്കാം. കറക്റ്റ് സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൻ്റെ ഇടയിലായിട്ട് വെച്ച് കൊടുക്കുക. ഒരു 45 to 50 മിനിറ്റ് ആണ് ഇത് ബേക്ക് ചെയ്യാൻ എടുക്കുന്ന സമയം. ഒരു 45 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഒരു സ്ക്യൂർ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ അതിൽ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ കറക്റ്റായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 50 മിനിറ്റ് ആണ് ഇത് ബേക്ക് ചെയ്യാനായിട്ട് എടുത്തത്. സ്ക്യൂർ വെച്ചൊന്ന് കുത്തി നോക്കുന്നുണ്ട്. കറക്റ്റ് സെൻറ്ററിലൊന്ന് കുത്തി നോക്കുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എടുത്ത് മാറ്റാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കേക്ക് കറക്റ്റായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. കത്തി കൊണ്ട് ഈ സൈഡ് ഭാഗം ഒന്ന് വിടിയിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് വിട്ട് വരും. കണ്ടില്ലേ, കറക്റ്റായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോയിട്ടില്ല. പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം നമുക്കിത് കട്ട് ചെയ്തിട്ട് ഐസിങ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഇതൊന്ന് കറക്റ്റ് ഒന്ന് ലെവലാക്കി എടുക്കാം. ഇതിൻ്റെ മേൽഭാഗം കുറച്ചൊന്ന് കറക്റ്റ് ലെവലിലല്ല ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് കറക്റ്റ് ആക്കി എടുക്കാം. കത്തി വെച്ചിട്ട് കറക്റ്റ് ലെവലിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് 2 ലെയർ ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് 3 ലെയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ കത്തി വെച്ചിട്ട് ഇതുപോലെ കറക്റ്റ് സെൻറ്ററിൽ കൂടെ ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ ആദ്യം കത്തി കൊണ്ട് ഇതുപോലെ ചെറുതായിട്ട് സൈഡിൽ കൂടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു നൂല് വെച്ചിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. ഒരു നൂല് നമ്മൾ ഈ കട്ട് ചെയ്ത പോർഷനിൽ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക ഇതുപോലെ. എന്നിട്ട് ക്രോസ് ചെയ്ത് പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് കറക്റ്റ് സെൻറ്ററിൽ കൂടെ കട്ടായിട്ട് വരും. നൂല് ഇതുപോലെ ആ ലൈനിൽ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ക്രോസ് ആക്കി പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക. ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ഈ കേക്കിൻ്റെ മേൽഭാഗത്ത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ ഈസി ആയിട്ട് നമുക്കിത് വലിച്ചെടുക്കാം. പതുക്കനെ ഇങ്ങനെ നൂല് 2 സൈഡിലോട്ടും വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് കറക്റ്റ് സെൻറ്ററിൽ കൂടെ കട്ടായിട്ട് വരും. പൊട്ടിപ്പോവാതെ ശ്രദ്ധിച്ച് കട്ട് ചെയ്തെടുക്കാം. കേക്ക് 2 ലെയർ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതില്ലേ കറക്റ്റ് ആയിട്ട് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. അതൊന്ന് ഇതിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ സ്പ്രേ ചെയ്യുന്ന ബോട്ടിലുണ്ടെങ്കിൽ അതിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ കേക്കിൽ എല്ലാവിടെയും ആവുന്ന രീതിയിൽ വേണം ഷുഗർ സിറപ്പ് നമ്മൾ ആക്കി കൊടുക്കാനായിട്ട്. എന്നാലാണ് നല്ല ജ്യൂസി ആയിട്ടുള്ള കേക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുക. 2 ലെയറിലും നന്നായിട്ട് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാനായിട്ട് 1/2 കപ്പ് പഞ്ചസാരയിലോട്ട് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത് ചൂടാറിയതിന് ശേഷമാണ് നമ്മളിത് ബ്രഷ് ചെയ്തെടുക്കുന്നത്.
ഇനി ഒരു പ്ലേറ്റ് ഇതുപോലെ കേക്കിന്റെ കറക്റ്റ് റൗണ്ടിൽ വെച്ച് കൊടുത്തിട്ട് സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കറക്റ്റ് ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മേൽഭാഗത്ത് കട്ട് ചെയ്തെടുത്ത ലെയറില്ലേ, അതാണ് അടിയിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ ലെയറിൽ ആദ്യം തന്നെ നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ലെയർ നമുക്ക് വെച്ച് കൊടുക്കാം. വീണ്ടും അതിന് മീതെ ക്രീം വെച്ച് കൊടുക്കാം. ക്രീം കുറച്ചധികം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ലെവലാക്കി കൊടുത്താൽ മതി. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആകുമ്പോൾ അധികം അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കണ്ട. നമ്മൾ ജസ്റ്റ് ഒന്ന് എല്ലാവരുടെയും കവർ ചെയ്തെടുത്താൽ മതി. ഇതിന് മീതെ നമ്മൾ ഡാർക്ക് കോമ്പൗണ്ട് ഒക്കെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്തെടുത്ത് ഷേപ്പാക്കി എടുത്താൽ മതി. ഇപ്പൊ ക്രീം മൊത്തമായിട്ട് എല്ലാവരുടെയും തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പൈപ്പിംഗ് ബാഗിൽ കുറച്ച് ക്രീം എടുത്തിട്ട് നമുക്കിതുപോലെ ഫ്ലവർ വരച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു 10 മിനിറ്റ് നമ്മൾ ഇത് ഫ്രീസറിൽ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഈ ക്രീമൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരും. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഡെക്കറേഷൻസ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു 15 മിനിറ്റ് ഫ്രീസറിൽ വെച്ചെടുത്ത കേക്കാണ്. ഇതിന് മീതെ നമുക്ക് സെൻട്രലായിട്ട് ഡാർക്ക് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. സൈഡ് ഭാഗത്തും നമുക്ക് ഇതുപോലെ ഡാർക്ക് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. സൈഡ് ഭാഗത്ത് മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മേലെ നമ്മൾ ഫ്ലവർ വരച്ചു കൊടുത്തതിന് മീതെയായിട്ട് ചെറി വെച്ച് കൊടുക്കുന്നുണ്ട്. ചെറി വെച്ച് കൊടുത്താൽ പ്രത്യേക ഭംഗിയാണ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കാണാനായിട്ട്. അപ്പോൾ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കൂടി വലുപ്പത്തിൽ ഡാർക്ക് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അത് മീതെയായിട്ട് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് വലുപ്പത്തിൽ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്താൽ ഒരു നല്ല ഭംഗിയാണ്. നമ്മൾ നല്ല രീതിയിൽ ഇത് ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പ്ലേറ്റിന്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നമുക്കത് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് രാത്രിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. രാവിലെ ആയിട്ടുണ്ട്. നമുക്കത് കട്ട് ചെയ്തെടുക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം നമ്മളിത് കട്ട് ചെയ്ത് കഴിക്കാനായിട്ട്. നല്ല സോഫ്റ്റ് ആണ്. ഇല്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം ഇത് കഴിക്കാനായിട്ട്. അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ജ്യൂസി ആയിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. താങ്ക്